ഞങ്ങൾ പൊട്ടിച്ചു വരാം. പിന്നെ സാറ് നിങ്ങൾക്ക് അധികാരില്ലേ പോലീസുകാരെ. മഹാരാജാസ് കോളേജിലെ ഇലക്ഷൻ പ്രചരണത്തിന്റെ മറവിൽ കഴിഞ്ഞ ദിവസം രാത്രി ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാലിനെ SFI പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ബിലാൽ എറണാകുളം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കെ ആശുപത്രിയുടെ ഉള്ളിൽ കയറി ആക്രമിക്കാൻ സംഘടിതമായി ശ്രമിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള SFI പ്രവർത്തകരുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ അവരെ തടയാനോ കസ്റ്റഡിയിലെടുക്കാനോ നിയമപരമായ നടപടിക്ക് വിധേയമാക്കാനോ അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് പോലും കഴിഞ്ഞില്ല. എത്ര വിധേയരായിട്ടാണ് അക്രമം കാണിക്കുന്നവരുടെ മുന്നിൽ പോലീസ് മുട്ടിൽ ഇഴയുന്നതെന്ന് ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ്. ഇതേ വിദ്യാർത്ഥിയെ തന്നെയാണ് നേരത്തെ ആംബുലൻസിൽ കയറി ക്രൂരമായി മർദ്ദിച്ചതും. അപ്പോഴും പോലീസ് SFIയുടെ അകമ്പടി സേനയായി നിലകൊള്ളുകയാണെന്നാണ് ഫ്രട്ടേണിറ്റി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തങ്ങളുടെ പാർട്ടി നേതാക്കളാണ് കേരളം ഭരിക്കുന്നത് എന്ന ധാർഷ്ട്യമാണ് SFI കാണിക്കുന്നത് എന്നും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമഗ്രാധിപത്യ ഭരണമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്നതെന്നും ഫ്രട്ടേണിറ്റി പ്രവർത്തകർ വ്യക്തമാക്കി. ഇലക്ഷനിൽ മറ്റാരും മത്സരിക്കരുത്, ജയിക്കരുത്, ഞങ്ങളുടെ കോട്ടയിൽ മറ്റാരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന ഇവരാണ് സംഘപരിവാറിന്റെ ജനാധിപത്യ കൊലക്കെതിരെ പ്രതികരിക്കുന്നത് എന്നും വലിയൊരു തമാശയാണെന്നും ഫ്രട്ടേണിറ്റി കൂട്ടിച്ചേർത്തു. എന്നിട്ടും എന്തൊരു പ്രിവിലേജാണ് ഈ അക്രമി സംഘത്തിന് കേരളത്തിലെ ചിലർ നൽകുന്നത് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പറഞ്ഞു. മനുഷ്യപ്പറ്റില്ലാത്ത സഹപാഠികളോട് ക്രൂരമായി പെരുമാറുന്ന ഈ സംഘം ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ വലിയ അശ്ലീലം മറ്റെന്താണ്? ഇവരെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് നാളെ മോദിക്കും നെതന്യാഹുവിനും കൈകൊട്ടിക്കൊടുക്കാൻ ഒരു വിഷമവും ഉണ്ടാകില്ല. അവർക്കൊക്കെ ഫാഷിസം ഒരു സെലക്റ്റീവ് പ്രയോഗം മാത്രമാണ്. അധികാര തുടർച്ചയുടെ ഉന്മാദത്തിൽ അഴിഞ്ഞാടുന്ന ഈ അക്രമി സംഘം ഉത്തരേന്ത്യൻ ക്യാമ്പസുകൾ പോലെ കേരള ക്യാമ്പസുകളെ രക്തത്തിൽ മുക്കുന്നത് നോക്കി നിൽക്കാതെ മനസാക്ഷിയും നീതിബോധവും ഉള്ളവർ സംഘടിച്ച് അണിനിരക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിലൂടെ ഈ ദുഷ്ടക്കൂട്ടം നിരപരാധികളുടെ ചോരപ്പുഴ ഒഴുക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനാധിപത്യ രാഷ്ട്രീയത്തെ ദൗർബല്യമായി കാണാൻ ശ്രമിക്കരുതെന്നും മാത്രം ആർഷോമാരെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. SFI പ്രവർത്തകരുടെ കുത്തേറ്റ ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാലിനെ ഇന്നലെ രാത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് ചെറുത്തതിന് ഹോസ്പിറ്റൽ വാതിൽ ചില്ലുകളടക്കം അടിച്ചു തകർത്ത് SFI പ്രവർത്തകർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇതിൽ SFI പ്രവർത്തകർക്കെതിരെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് പരാതിയും നൽകിയിരുന്നു. ഇതിനുശേഷം വിദഗ്ധ ചികിത്സക്കായി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോലീസിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികളെ മാറ്റാൻ ശ്രമിച്ചപ്പോഴും ആംബുലൻസിന് അകത്ത് വെച്ചും ആയുധം ഉപയോഗിച്ച് മാരകമായി ആക്രമിക്കുകയായിരുന്നു. കാണിക്കുന്നുണ്ടോ? നീ ആരടാ? ഓ ശരി ശരി. ആരെങ്കിലും
വന്നിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിലാലല്ല. ഇവിടുത്തെ പോലീസുകാർക്ക് SFIക്കാർക്ക് എന്നെ കാണാണ്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പോലീസുകാരടക്കം വലിയ സപ്പോർട്ടാണ്. ഈ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് അറിയണം. വണ്ടിയിൽ പോണ എന്നെ തടുത്ത് നിർത്തി SFIത്തെ എല്ലാ ഗുണ്ട ആൾക്കാരും എന്നെ തല്ലി ചതച്ച് തലയ്ക്ക് അടിച്ച്. എനിക്ക് എന്താ കാര്യം എന്ന് പോലും അറിയില്ല. ഇതിപ്പോൾ 1 2 തവണയില്ല. എന്നെ വീട്ടിൽ കയറി തല്ലും, ആശുപത്രി കയറി തല്ലും. എന്നിട്ടിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോയ എന്നെ പോലീസുകാരടക്കം അവർക്ക് സപ്പോർട്ടാണ്. ഇപ്പം എന്നെ കാണാൻ വേണ്ടി SFI ജീവന് ഭീഷണിയാണ്. ഇപ്പോൾ ആശുപത്രിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. അവരെന്നെ തല്ലിയിട്ട് അവർ കള്ള കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കത്തി കൊണ്ട് കുത്തി വന്നിട്ട് അവർ കത്തി കൊണ്ട് എൻ്റെ തലയ്ക്ക് കുത്തി, വയറ്റിക്ക് കുത്തി. എനിക്കൊന്നും അറിയില്ല. ഞാൻ GHന്റെ ഭാഗത്തു കൂടെ വണ്ടി ഓടിച്ച് പോയിരുന്നു. ആ സമയത്താണ് SFIത്തെ എല്ലാ ആൾക്കാരും വന്ന് എന്നെ മർദ്ദിച്ചത്. ഇവിടെ അഡ്മിറ്റായ ഇവിടെ ഹോസ്പിറ്റലിൽ കുത്തിപ്പൊട്ടിക്കാണ്, ചില്ലൊക്കെ കുത്തിപ്പൊട്ടിക്കാണ്. എന്തോ സംഭവിക്കും കാണുന്ന രീതിയിൽ ഇവിടെ വന്ന് എന്നെ തല്ലിയിട്ട് പോയി. ഒരു പോലീസുകാരും ഡോക്ടർമാരും എല്ലാവരും കാണുന്ന രീതിയിൽ ആരും എനിക്കൊരു സപ്പോർട്ടില്ല. അവിടെ SFIയിൽ ആർക്കൊക്കെ അടി കിട്ടി എന്തൊക്കെ പറയുന്നത് അതിൽ ഒരു കാര്യം എനിക്കറിയുന്നില്ല. ആരൊക്കെ തല കത്തി കൊണ്ട് കുത്തി എന്നൊക്കെ പറയുന്നത് ഒന്നും എനിക്കറിയുന്നില്ല. പക്ഷെ എന്നെ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. കമ്പി കൊണ്ട് തലയ്ക്ക് അടിച്ചടിച്ച് ചോര എടുത്തി. ഹോസ്പിറ്റലിൽ പുറത്തു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കാൻ ചെയ്യണം. ആകെ എനിക്ക് കോളേജിന്റെ പുറത്ത് 100 ആൾക്കാരാണ് തല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നത്.